കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, അഡ്വെന്റ് ടോക്സിലെ 9-ാം ദിനം ഏവർക്കും സ്വാഗതം. ക്രിസ്മസ് എല്ലാം അടുത്തു വരുന്നു. വീടിൻ്റെ അകത്ത് പുൽക്കൂടെല്ലാം നമ്മൾ അത് വളരെ മനോഹരമായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വീടിൻ്റെ മുറ്റത്ത് ഒരു നക്ഷത്രം നമ്മൾ കെട്ടിവെച്ചിട്ടുണ്ട്. നക്ഷത്രത്തിൽ ബൾബെല്ലാം കത്തിച്ചു, അല്ലെങ്കിൽ ഒരു പ്രകാശം തെളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം, ഈ ഒരു സന്തോഷം ശരിക്കും അത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണോ, അതോ എനിക്ക് സന്തോഷമുള്ളതുകൊണ്ട് ഞാൻ നാട്ടുകാരോട് ആ സന്തോഷം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണോ എന്നൊരു കാര്യം മനസ്സിലാക്കണം. രണ്ട് കാര്യം, എൻ്റെ ഒരുക്കങ്ങൾ, അതായത് ഭൗതികമായ ഒരുക്കങ്ങൾ, വീടിൻ്റെ അകത്തും പുറത്തുള്ള ഒരുക്കങ്ങൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണോ, അതോ എൻ്റെ സന്തോഷം ഞാൻ നാട്ടുകാരുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണോ ഈ ഒരുക്കങ്ങൾ നടത്തുന്നത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കണം. എന്താണ് ഈ സന്തോഷം, യഥാർത്ഥ സന്തോഷം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഭാഗം വിശുദ്ധ പൗലോസ്ലിയ ഗലത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യമാണ്. ഈ വാക്യം നമ്മളെ പ്രത്യേകിച്ച് 2 വാക്ക് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഒന്ന് ദാസൻ, മറ്റത് മക്കൾ അല്ലെങ്കിൽ സൺസ് അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മകൾ എന്നൊരു വാക്കാണ്. 2 വാക്ക് മാത്രം, ദാസൻ അല്ലെങ്കിൽ മക്കൾ. ഈ 2 വാക്ക് ഓർത്താൽ മാത്രം മതി. നമ്മൾ ആദ്യം ഓർക്കണം, ഇനിമേൽ നമ്മൾ ആരും ദാസനല്ല എന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. ദാസനല്ലെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ അവകാശികളാണെന്ന് ഒരു വാക്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. വിശുദ്ധ പൗലോസ്ലിയ ഗലത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു ഭാഗം, ഈ വചനഭാഗം, ദാസൻ എന്ന് പറഞ്ഞാൽ അധികാരമില്ല, ഭവനമില്ല, ഭയം, നല്ല സുഭിഷ്ട ഭക്ഷണമില്ല, താമസിക്കാൻ നല്ലൊരു ഇടമില്ല, നല്ലൊരു ജീവിതമില്ല, ഭാവി, അതൊരു സുരക്ഷിതമായൊരു ഭാവിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആശ്വസിപ്പിക്കാനും നമ്മുടെ സങ്കടം കേൾക്കാനായിട്ട് ഒരു വ്യക്തിയില്ല. ഇപ്പോൾ ദാസൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കും, അടിമയാണ്, സ്ലേവ്. അപ്പം അടിമത്വത്തിൽ നിന്നും ദൈവികമായ രഹസ്യത്തിലേക്കും ദൈവത്തിൻ്റെ വിശുദ്ധയിലേക്കാണ് നമ്മൾ ചേർക്കപ്പെടുന്നത്. അപ്പോൾ ദാസന് ഒരു അധികാരം ലഭിക്കുന്നില്ല, ദാസനൊന്നുമില്ല, എല്ലാം നഷ്ടമാണ്. എത്ര ശുശ്രൂഷ ചെയ്താലും ദാസനെല്ലാം നഷ്ടമാണ്. പക്ഷേ ദാസൻ എന്നൊരു കാറ്റഗറിയിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ മക്കൾ എന്നൊരു വലിയൊരു അനുഗ്രഹ പദം എന്ന് സ്വീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയാണെന്ന്. പാപങ്ങൾ ക്ഷമിക്കപ്പെടും. ഒന്ന്. രണ്ടാമത്, ദൈവം നമ്മളെ സ്വീകരിക്കും, ദൈവരാജ്യത്തിൽ നമ്മൾ അംഗീകരിക്കപ്പെടും, മാലാഖമാരുടെ ഗണത്തിനിടയിൽ നമ്മൾ അംഗീകരിക്കപ്പെടും, സകല വിശുദ്ധന്മാരെ നമ്മളെ അംഗീകരിക്കും, ദൈവമാതാവ് നമ്മളെ സ്വീകരിക്കും. ദൈവമാതാവിൻ്റെ വിശുദ്ധിയും പ്രാർത്ഥനയും നമുക്കൊരു വലിയൊരു കാവലായി, സംരക്ഷണമായി കൂടെ കാണും. അതുമാത്രമല്ല, ഈ മക്കൾ എന്നൊരു അധികാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ രാജ്യം നമ്മൾ സ്വീകരിക്കുന്നു, ദൈവത്തിൻ്റെ കുടുംബം നമ്മൾ സ്വീകരിക്കുന്നു, ദൈവത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ പങ്കാളികളാകുന്നു. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ശരീരം പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ പല അവയവങ്ങളാണ് നമ്മൾ ഓരോ മനുഷ്യന്മാർ. പിന്നെ അതിലേറെ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു ക്രിസ്മസ് കാലം ദാസനല്ല, ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം, സ്നേഹം, ദൈവത്തിൻ്റെ രാജ്യം, ശക്തി, ദൈവത്തിൻ്റെ അധികാരം നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടാകും. പക്ഷേ ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ പ്രാർത്ഥനയോടെ നമ്മളെ തന്നെ യോജിപ്പിക്കുകയും നമ്മളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ഈ ക്രിസ്മസിൽ നമ്മളെ കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.